ഗുരുവായൂരപ്പൻ തന്റെ ഭക്തയെ ഉപദ്രവിച്ചപ്പോൾ ദേഷ്യം വന്ന കഥയാണത്. ഭക്തിയുള്ള അമ്മൂമ്മ. ഗുരുവായൂർ ക്ഷേത്രത്തിന് കുറച്ച് അകലെയായി ഭഗവാനിൽ അങ്ങേയറ്റം ഭക്തിയുള്ള ഒരു അമ്മൂമ്മ താമസിച്ചിരുന്നു. എന്നാൽ ഭക്തി കൂടിയപ്പോൾ ഭ്രാന്താണെന്ന് പറഞ്ഞ് മക്കളും ബന്ധുക്കളും അവരെ ഉപേക്ഷിച്ചു. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആ അമ്മൂമ്മ ഭഗവാനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. കണ്ണന് കാഴ്ചയായി എന്ത് നൽകുമെന്ന് ആലോചിച്ചപ്പോൾ മുറ്റത്ത് കിടന്ന ഭംഗിയുള്ള മഞ്ചാടി മണികൾ നൽകാമെന്ന് അവർ കരുതി. ഓരോ ദിവസവും മഞ്ചാടി മണികൾ ശേഖരിച്ച് അവർ യാത്ര തിരിച്ചു. ക്ഷേത്രത്തിലെത്തുന്നു. അമ്മൂമ്മ ക്ഷേത്രത്തിലെത്തിയ ദിവസം അവിടുത്തെ നാടുവാഴിയായ തമ്പുരാൻ ആനയെ നടയിരുത്തുന്ന ദിവസമായിരുന്നു. അതിനാൽ മറ്റാരെയും ദർശനത്തിന് അനുവദിച്ചിരുന്നില്ല. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കയായ അമ്മൂമ്മ ഭഗവാനെ കാണാൻ നടക്കടുത്തേക്ക് ഓടിയെത്തി. അവിടെ നിന്നിരുന്നൊരു ഭടൻ അമ്മൂമ്മയെ ബലാത്കാരമായി തള്ളിമാറ്റി. അവർ നിലത്ത് വീഴുകയും കയ്യിലുണ്ടായിരുന്ന മഞ്ചാടി മണികൾ ചിതറിപ്പോകുകയും ചെയ്തു. തന്നെ ഉപദ്രവിച്ചതിനേക്കാൾ കണ്ണന് നൽകാൻ കൊണ്ടുവന്ന മഞ്ചാടി മണികൾ മണ്ണിൽ വീണതോർത്ത് ആ അമ്മൂമ്മ പൊട്ടിക്കരഞ്ഞു. നാടുവാഴി തൊഴാനെത്തിയ സമയം ക്ഷേത്രത്തിലെ ആന പെട്ടെന്നിടഞ്ഞു. ആ സമയത്ത് അവിടെ ഒരു അശരീരി മുഴങ്ങി. ആരാണ് എൻ്റെ ഭക്തയായ ആ അമ്മയെ ഉപദ്രവിച്ചത്? എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആ മഞ്ചാടി മണികൾ എനിക്ക് വേണം. ഇത് കേട്ട നാടുവാഴി ഭയപ്പെടുകയും ഉടൻ തന്നെ അമ്മൂമ്മയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ചിതറിക്കിടന്ന മഞ്ചാടി മണികളെല്ലാം വാരിയെടുത്ത് ഭഗവാന്റെ മുന്നിലെ ഉരുളിയിൽ സമർപ്പിക്കാൻ അദ്ദേഹം അമ്മൂമ്മയ്ക്ക് അവസരം നൽകി. ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മഞ്ചാടി മണികൾ സമർപ്പിക്കുന്നത് ഈ കഥയുടെ ഓർമ്മയ്ക്കായാണ്.